കൊല്ലത്ത് നിന്ന് അവിടെ ജില്ലാ പഞ്ചായത്തിൽ ലീഡുകൾ മാറി പറയുന്നു. 16 ലീഡ് LDF എടുക്കുന്നതാണ് ഇപ്പോൾ പുതിയ വിവരം. അതെ, 27 ഡിവിഷനുകളിൽ 16 LDF ലീഡ്. രാജ്കുമാർ രാജ്കുമാർ ലൈനിൽ നിന്ന് വിചാരിക്കും. രാജ്കുമാർ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ ശക്തമായ മുന്നേറ്റത്തിലാണ് ഇപ്പോൾ LDF. ഇത് അതാണ് ഞാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്. ഈ നില ആയിരിക്കില്ല. ഇടതുമുന്നണി വ്യക്തമായ ഒരു ഭൂരിപക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ലീഡിന്റെ ഒരു ജയത്രയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. അത് ഇനി ഒരു അരമണിക്കൂർ കൂടി പിന്നിടുമ്പോൾ ഓരോ ഡിവിഷനിലും 75,000 80,000 വോട്ടുകളുണ്ട്. അതുകൊണ്ട് അവിടെ എന്തായാലും LDFിനെ ആശ്വസിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. അവിടെ ഇടതുമുന്നണി ആ LDFിന്റെ ഇത് നിലനിർത്തുമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. തെന്മല ഗ്രാമപഞ്ചായത്ത് UDFിന്റെ പക്കലായിരുന്നു. അതിപ്പോൾ LDF. ശരി, കോർപ്പറേഷന്റെ സ്ഥിതി കൂടി അവസാനമായി ഇപ്പോഴത്തെ സ്ഥിതി. കൊല്ലം കോർപ്പറേഷനിൽ 22 ഡിവിഷനിൽ ഫലം പ്രഖ്യാപിച്ചപ്പോൾ അതില് 13 UDF. അല്ല, അവിടെ LDFിന്റെ പ്രതീക്ഷ അവർ ഇനി എന്താണ് പറയുന്നത്? ഇപ്പോൾ 22 റിസൾട്ട് വന്നല്ലോ, ബാക്കി എന്താണ് അവർ പറയുന്നത്, പ്രതീക്ഷിക്കുന്നത്? അനൌദ്യോഗിക വിവരങ്ങൾ എന്താണ് രാജ്കുമാർ? അല്ല, അനൗദ്യോഗികമായ വിവരം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 3 LDF ലീഡ് ചെയ്യുന്നുണ്ട്, 5 UDF ലീഡ് ചെയ്യുന്നുണ്ട്. ഒരു ട്രെൻഡ് പോലെ തോന്നിപ്പിതമാണ്. കാര്യം മുൻ മേയർ നിലവിലെ മേയർ ഹണി ബെഞ്ചമിനൊക്കെ തോക്കുക എന്ന് പറയുമ്പോൾ 20 പറഞ്ഞു അതിലൊരു ട്രെൻഡ് ഉണ്ട്. അതാണ് രാജ്കുമാർ ഞങ്ങൾ മുമ്പ് സൂചിപ്പിച്ചത്. വരാം, രാജ്കുമാറിലേക്ക് വരാം. ഏതായാലും കൊല്ലത്ത് ജില്ലാ പഞ്ചായത്ത് വളരെ ശ്രദ്ധേയമായി മാറിയിരിക്കുന്നു. ആ ലീഡ് LDF തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ വന്ന വിവരം. പക്ഷേ കോർപ്പറേഷൻ LDFിനെ നിരാശപ്പെടുത്തുന്നു. UDFിന് ആ മുന്നേറ്റം നിലനിർത്തി തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നുമുണ്ട്. ഏറ്റവും പ്രധാനം